ഹലോ എവരിവൺ. ജേർണലിംഗ് എഴുതുന്നത് കൊണ്ട് നമ്മുടെ ലൈഫിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടെന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. ഇന്ന് ജേർണലിംഗ് എഴുതുന്നതിനെ കുറിച്ചും അതിന്റെ പ്രത്യേകതകളെ കുറിച്ചും ഒക്കെ നമ്മൾ അവെയർ ആണ്. എങ്കിലും ഈ ജേർണലിംഗ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ലൈഫിൽ നല്ലൊരു ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കുമോ? അതോടൊപ്പം ഈ ജേർണലിംഗ് കൊണ്ട് നമ്മളുടെ ബ്രെയിനില് റീവയർ ചെയ്ത് ഒരു പോസിറ്റിവിറ്റി ബ്രിങ് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളതും ഒരു ചോദ്യം തന്നെയാണ്. ജേർണലിംഗ് കൊണ്ട് നമ്മളുടെ ബ്രെയിനിനെ റീവയർ ചെയ്യാനും അങ്ങനെ നമ്മുടെ ലൈഫിൽ പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ സാധിക്കും. എങ്ങനെയാണ് ഇതിനൊക്കെ ജേർണലിംഗ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ആക്ടിവേറ്റ്സ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്. നമ്മൾ ജേർണലിംഗ് എഴുതുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് അത് സഹായിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് ഇമോഷൻസ് ഒക്കെ ഉള്ള കാര്യങ്ങളാണ് എഴുതുന്നതെങ്കിൽ അത് ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിനെ കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യും. ഈ ഒരു ഏരിയയാണ് നമ്മളുടെ ബ്രെയിനിന്റെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് നമ്മളുടെ റീസണിങ്ങിനെയും പ്രോബ്ലം സോൾവിങ് സ്കില്ലിനെയും ഒക്കെയും നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജേർണലിംഗ് എഴുതുന്നതിലൂടെ ഈ കഴിവുകളൊക്കെ വർദ്ധിപ്പിക്കാനായിട്ടും ലൈഫിൽ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുതരാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യും. റിഡ്യൂസ് അമിഗ്ഡാല ഓവർ ആക്ടിവിറ്റി. ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ജേർണലിൽ എഴുതുമ്പോൾ അത് നമ്മളുടെ ബ്രെയിനിലെ ഫിയർ സെന്റർ എന്ന് വിളിക്കുന്ന അമിഗ്ഡാലയുടെ ഓവർ ആക്ടിവിറ്റി കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതിന്റെ ഫലമായിട്ട് നമുക്കൊരു കാമിങ് ഇഫക്റ്റ് കിട്ടാൻ, ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ അതൊന്ന് വെന്റിലേറ്റ് ചെയ്യാൻ, എക്സ്പ്രസ് ചെയ്യാൻ നമ്മളൊന്ന് എഴുതി നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, അതൊന്ന് എഴുതി കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിലീഫ് തോന്നുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ അമിഗ്ഡാലയെ കാം ഡൗൺ ചെയ്യുന്നത് കൊണ്ടാണ്. നമ്മൾ ഈ ജേർണലിംഗ് എഴുതുന്നതുകൊണ്ട് തന്നെ അത് നമ്മളുടെ ലൈഫിൽ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുതരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എൻകറേജ് കോഗ്നിറ്റീവ് റീഫ്രെയിമിങ്. ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ അല്ലെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെ നമ്മളുടേതായ രീതിയിൽ മാത്രം ഇന്റർപ്രറ്റ് ചെയ്യുന്ന സ്വഭാവമുള്ളവരാണ് നമ്മളിൽ പലരും. എന്നാൽ നമ്മളൊരു ജേർണലിംഗ് എഴുതുന്ന ശീലം ഉണ്ടായെങ്കിൽ നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കടന്നു പോയിട്ടുള്ള സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഒക്കെ നമ്മൾ എഴുതി കഴിയുമ്പോൾ അതൊക്കെ നമ്മുടെ ലൈഫില് നമ്മുടെ കോഗ്നേറ്റീവ് ആസ്പെക്റ്റിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ, അതായത് നമ്മളുടെ തിങ്കിങ് മാറുകയാണ്. നമ്മുടെ ലൈഫിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായി അപ്പോൾ സ്വാഭാവികമായും നമ്മുടെയൊക്കെ മനസ്സിൽ തോന്നുന്ന ചിന്ത, എനിക്ക് മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അല്ലെ എന്റെ ലൈഫിൽ എപ്പോഴും ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള ആ ഒരു തോട്ടിൽ നിന്ന് എന്റെ ലൈഫിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതിന് എന്തെങ്കിലുമൊക്കെ മറ്റൊരു മീനിങ് കാണുമെന്നും അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു തലത്തിലേക്ക് ചിന്തിക്കാനും കൂടുതൽ പോസിറ്റീവായ രീതിയിലേക്ക് ആ ഒരു ട്രോമ അല്ലെ ഒരു ഇൻസിഡന്റിനെ മാറ്റി ചിന്തിക്കാനായിട്ട് ഇങ്ങനെയുള്ള ജേർണലിംഗ് നമ്മൾ എഴുതുന്നതിലൂടെ സാധിക്കും. സ്ട്രെങ്തൻ മെമ്മറി ആൻഡ് ലേണിംഗ്. ജേർണലിംഗ് എഴുതുന്നത് വഴി നമ്മളുടെ മെമ്മറിയും ലേണിംഗും ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ജേർണലിംഗ് എഴുതുന്നതിലൂടെ നമ്മുടെ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന ബ്രെയിനിലെ മെമ്മറി ഹബിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതിലൂടെയാണ്. ബൂസ്റ്റ് സെൽഫ് അവയർനെസ് ആൻഡ് കൺട്രോൾ. നമ്മളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചും നമ്മൾ എഴുതുമ്പോൾ നമുക്ക് തന്നെ ഒരു അവയർനെസ്, സെൽഫ് അവയർനെസ് ഉണ്ടാക്കിയെടുക്കാൻ. കാരണം എന്നും ജേർണലിംഗ് എഴുതുന്ന ശീലമുള്ള ആളുകളാണെങ്കിൽ അവർക്കറിയാം നമ്മുടെ സ്വഭാവത്തെ കുറിച്ച്, നമ്മുടെ ലൈഫിൽ ഓരോ സിറ്റുവേഷനെ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്, എപ്പോഴാണ് നമ്മൾ നെർവസ് ആകുന്നത്, എപ്പോഴാണ് നമ്മൾ ഹാപ്പി ആകുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ജേർണലിംഗ് എഴുതുന്ന വ്യക്തികൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതിന്റെ കാര്യം എന്ന് പറയുന്നത് ജേർണലിംഗ് എഴുതുന്നതിലൂടെ നമ്മളെ തന്നെ കൂടുതൽ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഒരു സെൽഫ് റിഫ്ലക്ഷൻ ഉള്ള ഒരു അവസരമാണ് ജേർണലിംഗ് നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ ജേർണലിംഗിലൂടെ നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനും സാധിക്കും. നമ്മളെ കൂടുതൽ മനസ്സിലാക്കാനായിട്ടും നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ഗോളുകൾ നമുക്ക് സെറ്റ് ചെയ്ത് മുമ്പോട്ട് പോകണം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ, നമ്മൾ ഇപ്പൊ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത്, എങ്ങനെ വർക്ക് ചെയ്യണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ജേർണലിംഗ് എഴുതുന്നതിലൂടെ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ നല്ല ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ, നല്ലൊരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇന്ന് തന്നെ ജേർണലിംഗ് എഴുതുന്നത് ഒരു ശീലമാകും. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.